വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൻ്റെ പുറകിലുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യും. സോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ജോലി എന്താണ്, ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുക എന്നുള്ളതാണ്. അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മളൊരു ചാപ്റ്റർ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാനും മടിക്കേണ്ട. അതുപോലെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പ്രീവിയസ് ചോദ്യം ഉത്തരവും കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. പറ്റാത്തവർ മുകളിലത്തെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ഓൺലൈൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മുകളിലത്തെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ വൈകിട്ട് 7 മണിക്ക് ഒരു ബാച്ചുണ്ട്. ഫീസ് വന്ന് പഠിക്കേണ്ട ബാച്ചാണ്, ഫ്രീ ബാച്ചല്ല. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ നോക്കടാ, എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ടിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ. ഈ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികളെല്ലാവരും സംശയമായിട്ട് ചോദിച്ചൊരു സാധനം തെർമൽ ക്രാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെ? തെർമൽ ക്രാക്കിംഗ് പലർക്ക് സംശയമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംശയമുള്ളവർ എന്ത് ചെയ്യുക, എന്താ സംശയം എന്നുള്ളത് നിങ്ങൾ ഈ വാട്സാപ്പ് വീഡിയോയുടെ താഴെ, യൂട്യൂബ് വീഡിയോയുടെ താഴെ നിങ്ങൾ ഈ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് വരും. അപ്പോൾ അത് ഞാൻ മാക്സിമം പറയാറുണ്ട്. പക്ഷേ പിന്നീട് നിങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് നോട്ടിഫിക്കേഷൻ വരത്തില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാതെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം തന്നെ 1-2 ക്ലാസ് വെച്ച് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ എത്ര ക്ലാസ്സുകളായി കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ വീഡിയോയിലെ കമൻറ്റിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ഡൗട്ട് ചോദിച്ചാൽ എനിക്കത് നോട്ടിഫിക്കേഷൻ വരത്തില്ല. വരാത്തിടത്തോളം എനിക്കത് അറിയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ സംശയം വന്നാൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ പുതിയൊരു കമൻറ്റായിട്ട് ചോദിക്കുക. ഓക്കെ, പുതിയൊരു കമൻറ്റ് റിപ്ലൈ ആയിട്ട് പോകാതെ എന്ത് ചെയ്യുക, പുതിയൊരു കമൻറ്റായിട്ട് ചോദിച്ചാൽ എനിക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, ഞാൻ അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ തെർമൽ ക്രാക്കിങ്ങിൽ നിങ്ങൾക്ക് വന്ന ഡൗട്ട് പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെവിടെ വെച്ചാണ് ഈ ക്രാക്കിംഗ് സംഭവിക്കുന്നത്, അല്ലേ? നമുക്കറിയാം എന്താ തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വലിയ കോമ്പൗണ്ട് എന്ത് പറ്റുന്നു, നമ്മൾ എയറിൻ്റെ ആബ്സൻസ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഒരു സാച്ചുറേറ്റഡും ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. ഇതാണ് സംഭവം. നിങ്ങളിതിൽ വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഒന്നുകിൽ ഈ ചോദ്യം പോലെ ആയിരിക്കും. എന്താ ചോദ്യത്തിൽ പറയുന്നത് നോക്കടാ, അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ, നെയിം ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ആസ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണെന്നും അവിടെ ഹീറ്റ് നടന്നെന്നും അവിടെ നിന്ന് 2 കോമ്പൗണ്ടായിട്ട് അത് മാറിയെന്നും അതിലൊന്നിനകത്തൊരു ഡബിൾ ബോണ്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഇത് എന്ത് റിയാക്ഷൻ ആണ്. ഇത് തെർമൽ ക്രാക്കിംഗ് ആണ്, അല്ലേ? തെർമൽ ക്രാക്കിംഗ് ആണ്. ഹീറ്റിൻ്റെ ആബ്സൻസിൽ നമ്മളൊരു വലിയ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒരു സാച്ചുറേറ്റഡും ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുമായിട്ട് മാറും. അത് പഠിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നുകിൽ ഇങ്ങനെ റിയാക്ഷൻ തന്നിട്ട് അത് എന്ത് ടൈപ്പ് റിയാക്ഷൻ എഴുതാനേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ബാക്കി ഫില്ല് ചെയ്താൽ മതി. സോ എന്താ പറ്റുന്നത്, ഡബിൾ ബോണ്ട് വരുന്ന അവിടെ നിന്നുള്ള ഒരു ഹൈഡ്രജൻ മാറിയിട്ട് എന്ത് പറ്റും, ഇപ്പുറത്തുള്ള ഒരുത്തനുമായിട്ട് വന്ന് ചേരും. ഇതാണല്ലോ ഞാൻ ആ റിയാക്ഷൻ മെക്കാനിസം പഠിപ്പിച്ചെന്ന് ഓർമ്മയില്ലേ? അപ്പോൾ അത് രണ്ടും പഠിച്ചു വെച്ചാൽ മതി, ഇവിടുന്ന് ചോദ്യം കിട്ടും. അല്ലാതെ അതിൻ്റെ മെക്കാനിസത്തെ പറ്റി ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ആകെ ഒരു 2 പാരഗ്രാഫിൽ മാത്രമേ തെർമൽ ക്രാക്കിംഗ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പഠിച്ചാൽ മതി. വെറുതെ അതിൽ കൂടുതൽ ചിന്തിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കേണ്ട. ഇവിടുത്തെ ചോദ്യം നോക്കി നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ നോക്ക്. നെയിം ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഒബ്റ്റെയിൻഡ് ഇൻ ദ പ്രോഡക്റ്റ്, അല്ലേ? ഇതിൽ ഫോം ചെയ്ത അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആരാണെന്ന് ചോദിച്ചാൽ, അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഉള്ളതാണെന്നും അതെടുത്ത് ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതെന്താണ്, മെത്ത് എത്ത് പ്രൊപ്പ്. പേരെന്തുവാണ്? മെത്ത് എത്ത് പ്രൊപ്പ്. ANE ആണോ ENE ആണോ YNE ആണോ? ഡബിൾ ബോണ്ടാണ് ENE. അപ്പോൾ പ്രൊപ്പീനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മെത്ത് എത്ത് പ്രൊപ്പ്, പ്രൊപ്പീനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതെടുത്ത് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത, വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? അപ്പോൾ ഇത് തെർമൽ ക്രാക്കിംഗ് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഒരു റിയാക്റ്റൻറ്റ്, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ഉള്ള ഒരാളായിട്ട് മാറി, അതായത് ഒരു സാച്ചുറേറ്റഡും ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുമായിട്ട് മാറിയാൽ അത്തരം റിയാക്ഷനുകൾ തെർമൽ ക്രാക്കിംഗ് ആണ്. അത്രയും പഠിച്ചാൽ മതി. അത് വെച്ച് ഇത് തെർമൽ ക്രാക്കിംഗ് ആണെന്ന് പറയാൻ പറ്റത്തില്ലേ? കാരണം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം, അല്ലേ? ഡബിൾ ബോണ്ട് ഒന്നും ബ്രേക്ക് ആയിട്ടില്ല, ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ടില്ല, സോ അഡീഷൻ അല്ല. ചെറിയത് കൂടി ചേർന്ന് വലുതായിട്ടില്ല, സോ പോളിമറൈസേഷൻ അല്ല. പിന്നെ ഉള്ള ഓപ്ഷൻ ഏതാ? തെർമൽ ക്രാക്കിംഗ് ആണ്. എഴുതാൻ പറ്റൂലേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടൂടാ. വെറുതെ ടെൻഷൻ അടിക്കാതെ, വെറുതെ ഡൗട്ട് അടിക്കാതെ അത് കിട്ടും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കിയത്, ഇവിടുത്തെ ഈ ഭാഗം തന്നിട്ട് ഇത് എഴുതാനേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം കാർബണിൻ്റെ എണ്ണം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 3 എണ്ണം പോയാൽ പിന്നെ ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഈ 2 എണ്ണത്തിൽ CH3 CH2 മാത്രമായിട്ട് വരുമോ? കാരണം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഡബിൾ ബോണ്ട് ആവും. അപ്പോൾ ഈ ഹൈഡ്രജൻ നേരെ വന്ന് ഇവൻ്റെ അടുത്ത് ചേരും, സോ CH3 ആയിട്ട് മാറും. അത് എഴുതാൻ പറ്റൂലേ? ഇനി അത് മറന്നുപോയെങ്കിൽ ഇനി ആ ക്ലാസ് ഒന്ന് എടുത്ത് കണ്ടു നോക്കി, ഇനി ആ പഴയ ക്ലാസ് എടുത്തിട്ട് തെർമൽ ക്രാക്കിംഗ് ഒന്ന് കണ്ടു നോക്കിയേ.
നിങ്ങൾക്ക് പിടി കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നിങ്ങൾ എന്ത് ഡൗട്ടാണെന്ന് വെച്ചാലും പറഞ്ഞുതരാം. സമയം ചിലപ്പം കുറച്ചെടുക്കും. നിങ്ങൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഇന്ന് ഇപ്പോൾ തന്നെ റിപ്ലൈ ഒന്നും കിട്ടത്തില്ല. റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ എടുത്തെന്ന് വരും, തിരക്കുണ്ടല്ലോ. അടുത്ത ചോദ്യം നോക്കടാ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബോക്സ്. എത്തനോയിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, മെത്തനോള്, ഗ്ലിസറോള്, 95.6% എത്തനോൾ. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. തൊണ്ടയൊക്കെ അടിച്ചു പോയി ക്ലാസ്സൊക്കെ എടുത്ത്. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. വിച്ച് ആൽക്കഹോൾ ഈസ് നോൺ എസ് വുഡ് സ്പിരിറ്റ്? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെത്തനോൾ ആണോ എത്തനോൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അതെന്താണ്? മെത്തനോയിക് ആസിഡ് ആണ്. നമ്മൾ എന്തെന്ന് പറയുന്നത്? വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? മെത്തനോയിക് ആസിഡ് ആണ് വുഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അടുത്ത്, വിച്ച് സബ്സ്റ്റൻസ് ഈസ് നോൺ എസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? അല്ലേ, 95.6% എത്തനോളിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം, ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചല്ലോ അല്ലേ? പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചിട്ട് വന്ന് ഈ ക്ലാസ് കണ്ടിട്ടേ ഗുണമുള്ളൂ. ഇവിടെ ഓരോ പോയിന്റും ഞാൻ വിശദമാക്കാൻ നിൽക്കത്തില്ല, ഉത്തരം പറഞ്ഞു പോകാനാണ്. കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ അത് വിശദമായി പഠിപ്പിച്ചതാണ്. മനസ്സിലായല്ലോ, സമയം കളയുന്നില്ല. നെയിം ദ ആസിഡ് പ്രസൻറ്റ് ഇൻ വിനീഗർ. വിനീഗറിൽ കാണുന്ന ഏതാണ്? അത് എത്തനോയിക് ആസിഡാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ മിക്കവാറും പഠിക്കാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റുകളായിരിക്കും അല്ലേ? ഒരു ചെറിയൊരു ലൈനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്, അത് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ മാനുഫാക്ചറിങ് ഓഫ് സോപ്പ്? പഠിക്കണ്ടേ? മാനുഫാക്ചറിങ് ഓഫ് സോപ്പിൻ്റെ ബൈ പ്രോഡക്റ്റ് നമുക്ക് പഠിക്കണം. നമുക്ക് സോപ്പ് മാനുഫാക്ചറിങ് ഇല്ല. മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് വന്നത്. അടുത്ത്, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് ആണെങ്കിൽ പോളി ടെട്രാ ഫ്ലൂറോ ഈതീൻ അഥവാ ടെഫ്ലോണിൻ്റെ മോണോമർ ആരാണ്? അത് ടെട്രാ ഫ്ലൂറോ ഈതീനാണ്. എന്ത് നമ്മുടെ പോളി, ഇവിടെ ആലോചിച്ച് നോക്കി, പോളി കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് അവിടുത്തെ മോണോമർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ടെട്രാ ഫ്ലൂറോ ഈതീനാണ്. 1 മാർക്ക് ചോദ്യം. അടുത്ത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, കമ്പഷൻ, അഡീഷൻ റിയാക്ഷൻ, തെർമൽ ക്രാക്കിംഗ്. ചൂസ് ദ നെയിം ഓഫ് ദ റിയാക്ഷൻ ഫ്രം ദ ബോക്സ്. അല്ലേ, ഇവിടെ എന്താ പറ്റിയേക്കുന്നത്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു, അതിവിടെ വന്നപ്പോൾ എന്തായിട്ട് മാറി? സിംഗിൾ ബോണ്ടായിട്ട് മാറി. ഞാൻ പറഞ്ഞു ഡബിൾ ബോണ്ട് ഉള്ളതിനോ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിനോ തമ്മിലടുപ്പിച്ച് മാറ്റുന്നവനാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് സിംഗിൾ ബോണ്ട് മാത്രമായിട്ടായില്ലേ? സോ എന്താണത്? അത് അഡീഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നോക്കിയ CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് ക്ലോറിൻ എന്ത് കിട്ടി? CH3 CH2Cl കിട്ടി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ വന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് വന്നു. സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് അത് ഏത് റിയാക്ഷൻ നമ്മൾ തിരിച്ചറിയുന്നത്. CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3 റിയാക്ഷൻ നടന്നപ്പോൾ എന്തായിട്ട് മാറി? ഡബിളും ഒരു സിംഗിളുമായിട്ട് മാറി. ഇപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, വലിയ ആൾക്കാർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡ് ആയിട്ടാണ് മാറിയേക്കുന്നത് അല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഡബിൾ ബോണ്ട് വന്ന റിയാക്ഷൻസ് എല്ലാം എന്താണ്? തെർമൽ ക്രാക്കിംഗ് റിയാക്ഷനുകളായിരിക്കും. വലതുവശത്ത് ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ, ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ലല്ലോ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നില്ലേ, അപ്പോൾ അങ്ങനെ വരുന്നതെല്ലാം എന്തായിരിക്കും? തെർമൽ ക്രാക്കിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങളെ വരാറുള്ളൂ. മീഥേനോടൊപ്പം എന്ത് പറ്റി? ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ബേൺ ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും കിട്ടിയെങ്കിൽ അതാണ് എന്ത്? കമ്പഷൻ എന്ന് പറയുന്നത്. സെറ്റാണ്. വാട്ട് ഈസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ? അല്ലെ, പോളി ഈതീൻ ആണ് പോളിത്തീൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ മോണോമറിൻ്റെ പേര് ഈതീൻ എന്നാണ്. മലയാളം ചോദ്യമാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. ബോക്സിൽ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. തൊട്ട് മുന്നേ ചെയ്ത ടൈപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും എക്സാമ്പിൾ തന്നിട്ട് ഏത് റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ റിയാക്ഷൻ തന്നിട്ട് എക്സാമ്പിൾ കണ്ടുപിടിക്കാനോ ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സാമ്പിളും നമ്മൾ ചെയ്ത് പഠിച്ചവരാണ്. അപ്പോൾ അത് പഠിച്ചാൽ ഇവിടുന്ന് ഉത്തരം വളരെ സിമ്പിളായിട്ട് കിട്ടും. CH3 CH ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ സിംഗിൾ ബോണ്ടുകളായിട്ട് മാറി അല്ലെ. ഡബിൾ ബോണ്ട് ഉള്ളവൻ സിംഗിൾ ബോണ്ടുകളായിട്ട് മാറിയെങ്കിൽ അവിടെ ഈ ഡബിൾ ബോണ്ടിന് ആരോ അടി ഉണ്ടാക്കിപ്പിച്ച് മാറ്റി. സോ അതാണ് എന്ത്? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? അഡീഷൻ, രാസപ്രവർത്തനം അഥവാ അഡീഷൻ. ഇവിടെ നോക്കിയേ, CH3 സിംഗിൾ ബോണ്ട് CH3യോടൊപ്പം ക്ലോറിൻ വന്നു. ക്ലോറിൻ വരുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആദ്യം പഠിച്ചതാണ് അല്ലേ. എന്ത് പറ്റും? ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ക്ലോറിൻ വന്നു. അപ്പോൾ പ്ലസ് HCl കിട്ടി. അപ്പോൾ എന്തുവാണത്? സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ മലയാളത്തിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ആദേശ സന്ധിയൊക്കെ പഠിച്ചിട്ടില്ല മലയാളത്തിൽ അല്ലേ. അടുത്ത് നോക്കടാ, CH4 പ്ലസ് O2 ഓക്സിജൻ്റെ പ്രസൻസിൽ എന്ത് പറ്റി? മീഥേനെ ഹീറ്റ് ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടിയെങ്കിൽ അതെന്താണത്? അത് താപീയ വിഘടനമല്ല, അതെന്താണ്? ജ്വലനമാണ്, അല്ലെങ്കിൽ കമ്പർഷൻ ആണ്. കിട്ടുന്നില്ലേ? ചോദ്യങ്ങൾ സിമ്പിളല്ലേ? വ്യാവസായികമായി വളരെയധികം ഉപയോഗപ്പെടുന്ന ആൽക്കഹോളാണ് എത്തനോൾ. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നാൽ എന്താണ്? 95.6% എത്തനോളിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. അബ്സല്യൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എന്തായിരിക്കും? അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വെച്ചാൽ പ്യുവർ ആണ്, 99.5%. എന്നാൽ 95.6% വന്നാൽ അത് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ്
അബ്സല്യൂട്ട് ആൽക്കഹോൾ തമ്മിൽ വ്യത്യാസം. അബ്സല്യൂട്ട് ആണെങ്കിൽ അത് 99.5% ആയിരിക്കും, റെക്ടിഫൈഡ് ആണെങ്കിൽ അത് 95.6% ആയിരിക്കും. ഇവിടുന്ന് തന്നെ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊന്നാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്നാൽ എന്താണെന്നുള്ളത്. എന്താണ് ഡീനാച്ചുവേർഡ്? ഉപയോഗിക്കാൻ വേണ്ടിയില്ല, കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് സ്മെല്ലുണ്ടാകുന്ന ഒരു സാധനം ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അയ്യോ തൊണ്ട വയ്യടെ. ചൂസ് ദ കോമ്പൗണ്ട് ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് കാർബോക്സിലിക് ആസിഡ്? എന്താണ് കാർബോക്സിലിക് ആസിഡ്? അല്ലേ, സോറി, വാട്ടല്ല, വിച്ച് ഈസ് കാർബോക്സിലിക് ആസിഡ്? ഇതിൽ ഏതാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോക്സിലിക് ആസിഡ് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ, CH3COOH ആണ് എന്ത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. എസ്റ്ററിനകത്ത് കാണുന്നത്, ഇതിനകത്ത് എസ്റ്റർ എന്ന് വെച്ചാൽ ഏതാണ്? COO വരുന്നതാണ് എസ്റ്റർ. ഓർമ്മയുണ്ട് അല്ലേ, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ല. എന്തോ ഒരു COOH നിന്ന് H പോയിട്ട് COO വരും, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും, അതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് എസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ, CH3COOCH2. അടുത്ത ഐഡൻറ്റിഫൈ. എത്തനോൾ എന്ന് വെച്ചാൽ ഇതായിരിക്കും. എത്തനോൾ ഏതാണ്? CH3CH2OH വരുന്നതാണ് എത്തനോൾ എന്ന് പറയുന്നത്. വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ? എത്തനോളിന് ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി പ്രിപ്പയർ സാധനം ഏതാണ്? നമ്മുടെ മൊളാസിസ് അല്ലേ, മൊളാസിസ് ആണ്, C12H22O11. അടുത്ത് നോക്കടാ. CH4+O2 gives dash plus water plus heat. ഈ ഡാഷ് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ മീഥേൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തും വാട്ടറും ഉണ്ടാകുന്ന, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. അതാണ് കമ്പഷൻ എന്ന റിയാക്ഷൻ. അപ്പോൾ അവിടുത്തെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. NCF2 നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് NCF2 നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്വയർ ബ്രാക്കറ്റ് കണ്ടാൽ തന്നെ അറിയാം എന്താണിത്, ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഇത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് അല്ലേ. എന്താണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അവിടെ നമ്മൾ ടെഫ്ലോണിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ, ടെട്രാ ഫ്ലൂറോ, ഫ്ലൂറിൻ്റെ 4 എണ്ണം കാണുമ്പോൾ തന്നെ അറിയാം ടെട്രാ ഫ്ലൂറോ അല്ലേ. അപ്പോൾ ടെഫ്ലോണിൻ്റെ യൂസ് എന്താണ്? നോൺ സ്റ്റിക്ക് കുക്ക്വെയർസിലാണ് നമ്മൾ ടെഫ്ലോൺ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് റിയാക്ഷൻ ആൻഡ് മാച്ച് ദ കോളം A, B ആൻഡ് C സ്യൂട്ടബിളി. CH3 സിംഗിൾ ബോണ്ട് CH3യോടൊപ്പം ക്ലോറിൻ വന്ന് ചേരുന്നു. സോ എന്താണത്? റിയാക്ഷൻ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഒരു ക്ലോറിൻ വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നു അല്ലേ, ഇവനുമായിട്ടാണ് ചേരുന്നത്. എന്താണത്? അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അപ്പോൾ 1 D ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഇതാ കിടക്കുന്നു. 2 നോക്കി, C2H6+O2. C2H6+O2 എന്ത് പറ്റും? അപ്പോൾ ഏതോ ഒരു ആൾ ഓക്സിജനുമായിട്ട് മാത്രം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. അതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിക്കുന്നത്. ഇതാ കിടക്കുന്നു. NCH2 ഡബിൾ ബോണ്ട് CH2. അപ്പോൾ എന്താണ്? N കണ്ടാൽ തന്നെ അറിയാം അത് പോളിമറൈസേഷനാണ്. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിലുള്ളതേ വരത്തുള്ളൂ അല്ലേ, അത് പോളിമറൈസേഷനാണ്. ലാസ്റ്റ് നോക്കടാ. CH3 സിംഗിൾ ബോണ്ട് CH2CH3 എന്ത് പറ്റും? ലാസ്റ്റ് ഓപ്ഷൻ ഇവ മാത്രമാണ്. എന്താണ്? സിംഗിൾ ബോണ്ട് മാത്രമുള്ളതിനകത്തേക്ക് ഡബിൾ ബോണ്ട് വന്ന് കയറി. സോ ഡൗട്ട് വേണ്ട, അത് തെർമൽ ക്രാക്കിംഗ് ആണ്. കിട്ടുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഈവൻ ബിലോ ആർ 2 കെമിക്കൽ ഇക്വേഷൻസ്. CH2 ഡബിൾ ബോണ്ട് CH2 ഹൈഡ്രജൻ്റെ പ്രസൻസിൽ വന്നു, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ടുണ്ടാവും അല്ലേ, അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. ശരി, ചോദിച്ചിട്ടുള്ളത് എയിൽ എന്ത് കിട്ടിയെന്നാണ്. എയിൽ എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇവിടെ അടി ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന CH2നോടൊപ്പം ഒന്ന് CH3 സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? CH3 ആയിട്ടുണ്ടാവും അല്ലേ. ഡബിൾ ബോണ്ടിന് ഈ ഹൈഡ്രജൻ വന്ന് അടി ഉണ്ടാക്കിപ്പിച്ച് മാറ്റും. അടുത്ത് ഏതോ ഒരു കോമ്പൗണ്ടും പ്ലസ് ക്ലോറിനും ചേരുമ്പോൾ Bയും കിട്ടും, HClലും കിട്ടും. അപ്പോൾ HCl കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ആരാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്നുള്ളത് അല്ലേ. എന്തുമായിരിക്കും അത് CH3 ആയിരിക്കും. അതിനോടൊപ്പോഴാണ് ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CH2Cl കിട്ടും. കണ്ടോ, CH2Cl കിട്ടും. പ്ലസ് എന്ത് കിട്ടും? പ്ലസ് HCl കിട്ടും. സെറ്റാണ്. അടുത്ത ചോദ്യം നോക്കണം. മാച്ച് ദ ഫോളോയിങ് അല്ലേ, മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. CH4+ ക്ലോറിൻ അല്ലേ, മീഥേനും ക്ലോറിനും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്ലോറോ മീഥേനും HClലും ആയിരിക്കും. അത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് അറിയാം. അടുത്ത് മീഥേനും ഓക്സിജനും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് കിട്ടുന്നത്. അത് എന്താണ്? അത് കമ്പഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് അറിയാം. സിംഗിൾ ബോണ്ട് മാത്രമുള്ളവൻ എന്തായിട്ട് മാറുകയാണ്? ഡബിൾ ബോണ്ടായിട്ട് മാറുകയാണ് അല്ലേ. സിംഗിൾ ബോണ്ട് മാത്രമായിട്ടുള്ളവൻ എന്തായിട്ട് മാറുകയാണ്? ഡബിൾ ബോണ്ടായിട്ട് മാറുകയാണ്. അത് തെർമൽ ക്രാക്കിംഗ് ആണ്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളവൻ എന്തായിട്ട് മാറി? ഡബിൾ ബോണ്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് അഡീഷനാണ്. തെറ്റാണ്. ഹൗ ഈസ് എത്തനോൾ മാനുഫാക്ചേർഡ്? എത്തനോൾ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫെർമെൻറ്റേഷൻ ഓഫ് ദ മൊളാസിസ് സൊല്യൂഷൻ അല്ലെ, യൂസിങ് ഈസ്റ്റ് പഠിച്ചതാണ് നമ്മൾ. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. എന്താണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്? ഡീനാച്ചുർ ചെയ്യപ്പെട്ട സ്പിരിറ്റ് അല്ലേ. സ്പിരിറ്റിൻ്റെ നേച്ചർ മാറ്റി. എങ്ങനെ മാറ്റി? നമ്മൾ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു?
അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡീനാച്ചുറേറ്റ് സ്പിരിറ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഡീനാച്ചുർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തേ, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രെയിൻ ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്കിത് പഠിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളിവിടുന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം പഠിപ്പിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എല്ലാ എക്സാമ്പിളുകളിലെയും മോണോമർ ആരാണ്, അതിൻ്റെ പോളിമർ ആരാണ് പഠിച്ചോളണം. ഇത്രയും ചോദ്യങ്ങളാണ് മുൻ വർഷങ്ങളിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് റൗണ്ട് ഒരു തപ്പി നോക്കിയപ്പോൾ കിട്ടിയത്. ഇനിയും ചോദ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും എന്ത് ചെയ്യാം, വീഡിയോ പാർട്ടുകളായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫുൾ ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുപാട് മുന്നെയാണ് ഞാൻ പ്രീവിയസ് ഇടുന്നതെന്ന് എനിക്കറിയാം. പരീക്ഷയുടെ തലേദിവസം പ്രീവിയസ് ഇട്ട് എനിക്ക് വ്യൂസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ നിങ്ങളങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ക്ലാസ് കാണുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലെയുള്ള പ്രീവിയസുകൾ കിട്ടുന്നതായിരിക്കും. നോട്ട് കിട്ടാൻ ടെലഗ്രാമിൽ പോയാൽ മതി, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.